കണ്ണൂരിൽ വ്യാജ പോക്സോ കേസിൽ അധ്യാപകനെ കുടുക്കിയവർക്കെതിരെ നടപടി വേണമെന്ന അധ്യാപക സംഘടനകൾ. സംഭവവുമായി ബന്ധപ്പെട്ട ഇരിട്ടി പാല ഗവൺമെന്റ് സ്കൂൾ അധ്യാപകൻ ഹസനെയാണ് കോടതി വെറുതെ വിട്ടിരുന്നത്. കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് നിലവിൽ സംഘടനകളുടെ ആരോപണം. കൂടുതൽ വിവരങ്ങളുമായി അർജുൻ PS ചേർന്നുണ്ട്. അർജുൻ, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്? വിഷ്ണു, കുറെ നാളത്തെ പരിശ്രമത്തിന് ശേഷമാണ്, അല്ലെങ്കിൽ ആ ഒരു നിയമ പോരാട്ടത്തിന് ഒടുവിലാണ് ഇദ്ദേഹത്തെ ആ കോടതി വെറുതെ വിട്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് തന്നെ ഇദ്ദേഹം ഈ പാല സ്കൂളിൽ ഗവൺമെന്റ് സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകനായിരുന്നു. അപ്പോൾ തന്നെ ഇദ്ദേഹം മറ്റൊരു അധ്യാപക സംഘടനയുടെ തലപ്പത്തേക്ക് എത്തുകയും ചെയ്തു. ഇത് മറ്റുള്ള അധ്യാപക സംഘടനകളെയും അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലുള്ളവരെയും വലിയ രീതിയിൽ ചൊടിപ്പിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നത്. SFI അടക്കമുള്ളവർ കരുതിക്കൂട്ടി തന്നെ ഇത്തരത്തിൽ കുട്ടികളെ അണിനിരത്തിക്കൊണ്ട്, ഈ വിദ്യാർത്ഥികളെ അണിനിരത്തിക്കൊണ്ട് ഇയാൾക്കെതിരെ ഒരു പോക്സോ കേസ് കൊടുക്കുകയായിരുന്നു. അതിനുശേഷം ഇയാൾ പോലീസ് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം 30 ദിവസം ഇയാളെ ജയിലിൽ കഴിയാനുള്ള ഒരു കാര്യവുമുണ്ട്. അദ്ദേഹം ജയിലിൽ കഴിയേണ്ടിയും വന്നു. 30 ദിവസമാണ് ഇദ്ദേഹം ജയിലിൽ കഴിയേണ്ടി വന്നത്. അതിൽ 5 മാസം ഇയാൾക്ക് അതുപോലെ തന്നെ മറ്റൊരു സ്കൂളിൽ പഠിപ്പിക്കാതിരിക്കുന്ന തരത്തിലുള്ള 5 മാസത്തേക്ക് സസ്പെൻഷൻ കിട്ടുകയും ചെയ്തിരുന്നു. പിന്നീട് നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിലാണ്, 30 വർഷത്തെ ജയിൽവാസത്തിനൊടുവിലാണ് പിന്നീട് മട്ടന്നൂർ പോക്സോ കോടതി വീണ്ടും ഇദ്ദേഹം കുറ്റക്കാരനല്ല എന്നുള്ള ഒരു തെളിയിച്ചത്. ആ ഒരു സമയത്ത് കുട്ടികൾ കോടതിയിലേക്ക് വരികയും ആ കോടതി മുറിയിൽ തന്നെ അവർ ഏറ്റുപറയുകയും ചെയ്തിരുന്നു. അതായത് ഇങ്ങനെ ഈ അധ്യാപകൻ ഞങ്ങളെ ഒന്നും ചെയ്തിട്ടില്ല, ഇത് ഞങ്ങളെ കൊണ്ട് പറയിപ്പിച്ചതാണ്, മറ്റുള്ളവർ പറയിപ്പിച്ചതാണെന്നുള്ള ഒരു കാര്യങ്ങൾ കുട്ടികൾ ആ കോടതി മുറിയിൽ തന്നെ ഏറ്റുപറയുകയും ചെയ്തിരുന്നു. തുടർന്ന് പുറത്തേക്ക് വന്ന ഇവർ അധ്യാപകനോട് കരഞ്ഞ് തങ്ങളോട് ക്ഷമിക്കണമെന്നടക്കം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത്തരത്തേക്ക് പോകുമ്പോഴാണ് ഇദ്ദേഹത്തെ വലിയ രീതിയിലുള്ള ഒരു തേജോവധം ചെയ്യുവാൻ വേണ്ടി ഇത്തരത്തിൽ ഒരു പോക്സോ കേസ് തന്നെ ഇദ്ദേഹത്തിനെതിരെ ഉയർത്തിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള മാനസിക വിഷമത്തിനാണ് ഇപ്പോൾ ഈ അധ്യാപകനുള്ളത്. അതുകൊണ്ട് തന്നെ പ്രധാനമായും ലൈവായി നമ്മുടെ മുമ്പിൽ അദ്ദേഹത്തിന് അഭിമുഖം നൽകുവാൻ കുറച്ച് പ്രയാസമുണ്ടെന്ന് അദ്ദേഹം നമ്മളോട് പറഞ്ഞിരുന്നു. അതായത് ഇത്രയും വർഷം താൻ പഠിപ്പിച്ച വിദ്യാർത്ഥികളാണ്, അല്ലെങ്കിൽ താൻ ഒരു അധ്യാപകനാണ്, ഒരു വിദ്യാർത്ഥികളെ കൊണ്ട് തന്നെ തനിക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു പോക്സോ കേസ് പറയുമ്പോൾ സാധാരണമായി താൻ തകർന്നുപോയി. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു മീഡിയയുടെ മുൻപിൽ വന്ന് ഈ കാര്യങ്ങൾ പറയാൻ വിഷമമുണ്ടെന്നാണ് നമ്മൾ നേരത്തെ ഇദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നത്. എന്നാൽ തന്നെയും പ്രധാന അധ്യാപക സംഘടനകളെല്ലാം ഇദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇതിൽ പ്രവർത്തിച്ചവരെല്ലാം, അല്ലെങ്കിൽ ഈ കുട്ടികളെ അണിനിരത്തിക്കൊണ്ട് ഇദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തവരൊക്കെ എല്ലാം വലിയ രീതിയിലുള്ള ഒരു ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണമെന്നാണ് ഈ അധ്യാപക സംഘടനകളെല്ലാം തന്നെ പറയുന്നത്. വിഷ്ണു, അർജുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ ഒരു പ്രതികാരത്തിനായി ഇത്തരത്തിലുള്ള നിയമ സംഹിതകളൊക്കെ തന്നെയും ദുരുപയോഗം ചെയ്യുന്ന ഒരു തരത്തിലേക്ക് പോവുകയാണെങ്കിൽ വളരെയധികം ഗൗരവമായി തന്നെയല്ലേ ഈ ഒരു വിഷയത്തെ നോക്കി കാണേണ്ടതോ? അതോടൊപ്പം തന്നെ ഇപ്പോൾ തൻ്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ അവകാശത്തെ പോലും അട്ടിമറിക്കപ്പെടുന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് കൂടി മാറുകയല്ലേ ഈ ഒരു സാഹചര്യം? തീർച്ചയായും ഇത്തരത്തിൽ ഒരു പരിരക്ഷ എന്ന് പറയുന്ന പോക്സോ കേസ് എന്ന് പറയുന്നത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസ് കൂടിയാണ്. അതായത് നമ്മൾക്കറിയാം, ആ ഒരു നിയമത്തെ നമ്മൾ വെല്ലുവിളിക്കുന്നതല്ല, അല്ലെങ്കിൽ ആ നിയമത്തിന് വില കുറച്ച് കാണുന്നതല്ല. പല സമയത്തും ഈ പോക്സോ കേസുകൾ ദുരുപയോഗം ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അതിന്റെ ഏറ്റവും അവസാനത്തെ ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ് ഈ മാഷിന്റേത്. അതായത് രാഷ്ട്രീയ പ്രേരിതമായി, രാഷ്ട്രീയപരമായിട്ട് ഇദ്ദേഹത്തെ ഇല്ലാതാക്കുവാനും, ഇദ്ദേഹം ഒരു അധ്യാപക സംഘടനയുടെ നേതൃസ്ഥാനത്ത് വന്നപ്പോൾ മറ്റുള്ളവർക്കുള്ള അദ്ദേഹത്തെ കണ്ടുകൂടാതെയായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രവൃത്തി മറ്റുള്ളവർക്ക് വലിയ രീതിയിലുള്ള ഒരു വിഷമത സൃഷ്ടിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ കുട്ടികളെ കൂടെ പിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ കൂടെ നിർത്തിക്കൊണ്ട്, ഒരു 4-5 വിദ്യാർത്ഥികളെ കൂടി നിർത്തിക്കൊണ്ട് ഇദ്ദേഹത്തിനെതിരെ പറയിപ്പിക്കും. അതായത് പിഞ്ചു കുട്ടികളാണ്, അവരോട് പറയുന്ന കാര്യങ്ങൾ അവർ അതേപടി ചെയ്യും. കാരണം മറ്റുള്ളവരെ ഒരു പേടിയൊക്കെ ഉണ്ടാകാം. അത്തരത്തിൽ പിന്നീട് ഈ കുട്ടികൾ കോടതിയിൽ വരികയും ഇദ്ദേഹത്തിനെതിരെ മൊഴി നൽകുകയും ചെയ്തിരുന്നു. പിന്നീടാണ് കുട്ടികൾ ഈ കാര്യങ്ങൾ തുറന്നു പറയുന്നത്. തങ്ങളോട് ഇത് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ്. അതായത് ഈ അധ്യാപകനെതിരെ പറയുവാൻ വേണ്ടി ഈ ആളുകൾ ആവശ്യപ്പെട്ടിരുന്നു.
നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇടതുപക്ഷ ചായ്വുള്ളവരാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ കുട്ടികളെ പറഞ്ഞു പഠിപ്പിച്ചത്. SFIക്കാരടക്കം ഇതിലുണ്ടെന്നുള്ളത് ഈ അധ്യാപക സംഘടനകൾ അടക്കം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ തന്നെ ഈ 30 ദിവസത്തോളം ഒരു അധ്യാപകനാണ് ഇങ്ങനെ ഒരു ദുരവസ്ഥ ഉണ്ടായത്. ഏകദേശം 30 ദിവസത്തോളം അദ്ദേഹം ജയിലിൽ കിടക്കേണ്ടി വരുന്നു. 5 മാസത്തോളം അദ്ദേഹത്തിന് സസ്പെൻഷൻ നൽകി. മറ്റൊരു വിദ്യാലയത്തിൽ പഠിപ്പിക്കാൻ പോകാത്ത തരത്തിലുള്ള ഒരു കാര്യമായി അത് മാറുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു മാനസിക വിഷമമാണ് ഇയാൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിൽ രീതിയിൽ ഒടുവിൽ നീതിപീഠത്തെ വരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ ഒരു കുറ്റക്കാരനാക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നത് വേണം. അല്ലെങ്കിൽ അതിൽ മുമ്പിൽ പ്രവർത്തിച്ചവരെ മുന്നിൽ കൊണ്ടുവരേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അർജുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഈ ഇടത് സംഘടനകൾ, കൂടുതൽ ഉന്നത നേതാക്കൾ എന്നിവരുടെ പങ്കുകൾ ഇനി പുറത്തു വരേണ്ടതുണ്ട്. വളരെയധികം കൃത്യമായ ഒരു അന്വേഷണം ഇതിൽ നടക്കണം. നിലവിൽ ഇപ്പോൾ ഇത്രയൊക്കെ ഒരു സാഹചര്യം ഉണ്ടായാൽ കൂടിയും ഇവിടെ ഇപ്പോൾ മനുഷ്യാവകാശ സംഘടനകൾ എന്തെങ്കിലും ഇടപെടൽ നടത്തിയിട്ടുണ്ടോ? വിഷ്ണു, ഇതുവരെയും അത്തരത്തിലുള്ള ഒരു ഇടപെടൽ നമുക്ക് അറിവില്ല. അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായതായിട്ട് നമുക്ക് അറിവില്ല. അധ്യാപകനോട് ചോദിച്ചപ്പോൾ അധ്യാപകൻ പറഞ്ഞത് കുട്ടികളോട് തനിക്ക് യാതൊരു വിധത്തിലുള്ള ദേഷ്യവുമില്ല. കാരണം കുട്ടികൾ എന്ന് പറയുന്നത് താൻ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ താൻ ഒരു അധ്യാപകനാണ്. അത്തരത്തിൽ കുട്ടികളോട് തനിക്ക് ദേഷ്യം വരികയില്ല. അവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചതാണെന്നാണ് അധ്യാപകൻ പറയുന്നത്. പക്ഷേ നിയമപരമായി മുന്നോട്ട് പോകാനാണ് മറ്റ് അധ്യാപക സംഘടനകളുടെ തീരുമാനം. അധ്യാപക സംഘടനകൾ പറയുന്നത് ഇങ്ങനെയാണ്. എന്തിനാ തന്നെ ഇതിൽ പുറകിൽ പ്രവർത്തിച്ച കുട്ടികൾ എപ്പോഴും നിരപരാധികളായിരിക്കും. പക്ഷേ ഇതിന് പുറകിൽ പ്രവർത്തിച്ചവരെ എങ്ങനെ തന്നെയായാലും നിയമപരമായി നേരിടും. മറ്റ് ഉയർന്ന കോടതിയിലേക്ക് ഈ കേസുമായി മുന്നോട്ട് പോവുകയും ചെയ്തിരും. അത്തരത്തിൽ ഇവർക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം വേണമെന്നുമാണ് ഈ അധ്യാപക സംഘടനകൾ ആവശ്യപ്പെടുന്നത്. അതായത് ഇത്തരത്തിൽ ഈ ഒരു കേസും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിയമങ്ങൾ, പോക്സോ കേസ് അടക്കമുള്ള നിയമങ്ങൾ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യുന്നത് ശരിയല്ല. പ്രത്യേകിച്ച് ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് ആ അധ്യാപകന്റെ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ വെച്ച് അല്ലെങ്കിൽ ഒരു കൂട്ടം വിദ്യാർത്ഥികളെ വെച്ച് അധ്യാപകനെതിരെ ഇത്തരത്തിൽ അധ്യാപകനെ മോശമായി ചിത്രീകരിക്കുന്നു. അതുപോലെ തന്നെ അധ്യാപകന്റെ മാനസികമായിട്ടുള്ള അധ്യാപകനെ തളർത്തുന്നു. ഇനി എങ്ങനെയാണ് അധ്യാപകൻ ആ ഒരു വിദ്യാലയത്തിൽ ചെന്ന് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുക എന്നുള്ള ചോദ്യം കൂടി ഇപ്പോൾ മുന്നിൽ നിൽക്കുകയാണ്. കാരണം ഇദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് തെളിഞ്ഞെങ്കിൽ കൂടിയും ഇത്രയും ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്ന അദ്ദേഹത്തിന്റെ മനോവിഷമം, അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ കാര്യങ്ങളടക്കം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന് എത്ര വിഷമമായിരിക്കും. മാത്രമല്ല അദ്ദേഹത്തിന് കുടുംബം ഉണ്ടാകാം, ആ കുടുംബത്തിൽ ചിലപ്പോൾ മക്കൾ ഉണ്ടാകാം. അവരുടെ അവസ്ഥയും കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഇത്തരത്തിൽ കേസുകൾ നൽകുമ്പോൾ. പക്ഷേ അതിനെയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഒരു മാനുഷിക പരിഗണന പോലും നൽകാതെയാണ് ഈ അധ്യാപകനെതിരെ ഇടതുപക്ഷ ചിന്താഗതിയുള്ളവർ, ഇടതുപക്ഷക്കാർ ഇത്തരത്തിലുള്ള ഒരു കേസ് നൽകിയിരിക്കുന്നത്. വലിയ രീതിയിൽ SFI അടക്കമുള്ള സംഘടനയ്ക്ക് ഇതിൽ പ്രത്യക്ഷമായി തന്നെ ഒരു പങ്കുണ്ടെന്നുള്ളത് അധ്യാപക സംഘടനകൾ തന്നെ നമ്മളോട് സമ്മതിക്കുന്നു. അത്തരത്തിൽ നീങ്ങുമ്പോഴാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇനിയും ഉണ്ടാവാതെ ഇരിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല ഇത്തരത്തിൽ സാഹചര്യങ്ങൾ ഉണ്ടായാൽ അതിനെ മറികടക്കാൻ കഴിയുന്ന നിയമങ്ങൾ ഇനിയും വരേണ്ടിയിരിക്കുന്നു. ഈ നിയമങ്ങളെ ഒരിക്കലും വെല്ലുവിളിക്കുകയോ അല്ലെങ്കിൽ ഈ നിയമങ്ങളെ വില കുറിച്ച് കാണുകയോ ചെയ്യുകയല്ല. ഈ നിയമത്തെ അടക്കം കബളിപ്പിച്ചുകൊണ്ട്, അതായത് ആ നിയമത്തിന് മുന്നിലെത്തുമ്പോൾ മറ്റുള്ളവരെ കൂടി വിലക്കെടുത്തുകൊണ്ട് അല്ലെങ്കിൽ കുട്ടികളെ പോലെയുള്ള ആൾക്കാരെ തങ്ങളോടൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ നിഷ്കളങ്കമായ മനസ്സിലേക്ക് ഈ വർഷം കുത്തിനിറച്ചുകൊണ്ട് കോടതിയിലടക്കം കൊണ്ടുപോവുകയും ആ അധ്യാപകനെതിരെ ഇത്തരത്തിൽ കാര്യങ്ങൾ പറയുകയും ചെയ്യുമ്പോൾ തന്നെ ഈ ഇടതുപക്ഷ ചായ്വുള്ളവർ എത്തരത്തിലായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ഏവരുടെയും ചോദ്യം. എന്തിനാ തന്നെയും കൂടുതൽ നടപടികളിലേക്ക് പോകുവാൻ തന്നെയാണ് ഈ അധ്യാപക വ്യക്തമാണ്. കണ്ണൂരിൽ വ്യാജ പോക്സോ കേസിൽ അധ്യാപകനെ കുടുക്കിയ സംഭവത്തിലാണ് ഇപ്പോൾ കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ട അധ്യാപക സംഘടനകൾ രംഗത്തെത്തിയിട്ടുള്ളത്. അർജുൻ PS ആണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.